ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു 10 to 15 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. റെഡി അല്ലേ മക്കളെ? നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. റെഡി അല്ലേ? നോക്കിയടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ എസ്കേപ്പ് വെലോസിറ്റി? എന്താണ് ഫസ്റ്റ്? എന്താ വാട്ട് ഡു യു മീൻ ബൈ എസ്കേപ്പ് വെലോസിറ്റി? എന്താ എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? വി എന്ന് ഡിനോട്ട് ചെയ്യും. റെഡി അല്ലേ? ഇത് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാല്, അതായത് നോക്കിയടാ, ശ്രദ്ധിച്ചേ, ഇത് എർത്ത് എന്ന് വിചാരിക്കുക. എന്താണ് ഇത്? എർത്തിന്റെ സർഫസ് ആണെന്ന് വിചാരിക്കുക. നോക്കിയേ, ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റിനെ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമുക്ക് എസ്കേപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ട വെലോസിറ്റി എവിടെ? ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എസ്കേപ്പ് വെലോസിറ്റി എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. റെഡിയല്ലേ? എന്നത് വെലോസിറ്റി അറ്റ് വിച്ച് an object must be projected so that it is escaping from the gravitation influence of earth permanently. This is called in the escape velocity. റെഡിയല്ലേ മക്കളെ? നോക്കിയേ, what do you mean by escape velocity? പറഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ എന്താ? ഡിസ്ക്രൈബ് ദ അല്ലെങ്കിൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് സ്പീഡ് അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ബോഡി ഫ്രം ദി എർത്ത്. റെഡി അല്ലേ? ഇവിടെ എനർജി, ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എളുപ്പം എന്താന്ന് വെച്ചാൽ എനർജി കൺസർവേഷൻ ആണ്. റെഡി അല്ലേ? അതായത് നോക്കിയടാ, രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യാം. നോക്കിയേ, ഏതൊക്കെ രണ്ട് പോയിന്റ്? ഒന്ന് ഈ പോയിന്റ്, ഒന്നെന്താണ് ഈ പോയിന്റ്. റെഡി അല്ലേ? അതായത് ഈ പോയിന്റിന് എ എന്നും ഈ പോയിന്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബി എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചേ, അതായത് ഇവിടുത്തെ കൈനറ്റിക് എനർജി നോക്കിയേ, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് പോയിന്റ് എ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് പോയിന്റ് ബി. റെഡി അല്ലേ? അപ്പൊ ഇവിടെ ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാനുള്ള വെലോസിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. റെഡി അല്ലേ? അപ്പൊ ഇവിടെ എത്തുമ്പോൾ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി സീറോ ആണ്, അതുപോലെ തന്നെ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി സീറോ ആണ്. റെഡി അല്ലേ? അതായത് ലിമിറ്റിംഗ് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡെറിവേഷൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഹാഫ് എം ഇൻറ്റു വി ഇ സ്ക്വയർ അല്ലെ? എസ്കേപ്പ് വെലോസിറ്റി എന്ന് കാണിക്കാൻ വി ഇ സ്ക്വയറിന് എഴുതിയിട്ടുണ്ട്. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്താ? മൈനസ് ജി എം എം ബൈ ആർ. എന്താണ്? മൈനസ് ജി എം എം ബൈ ആർ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. റെഡി അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് എം വി ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? ജി എം എം ബൈ ആർ. റെഡി അല്ലേ? ഇനി എം എം എന്ത് ചെയ്യടാ? ക്യാൻസൽ ചെയ്യാലോ. അങ്ങനെയാണെങ്കിൽ വി ഇ സ്ക്വയർ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു ആ വി ഇ സ്ക്വയർ എന്ന് പറഞ്ഞാല് വി ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു പറഞ്ഞോ, ദാറ്റ് ഈസ് ടു ജി എം ബൈ ആർ. എന്താടാ? വി ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു ജി എം ബൈ ആർ. നമുക്കറിയാലോ എന്താ ജി എം ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ആർ ആണ് അല്ലെ? അതായത് നമുക്ക് വേറെ ഇക്വേഷൻ അറിയാം. എന്താ? ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ അല്ലെ? ഇതിൽ നമ്മൾ എഴുതുന്ന ഇക്വേഷൻ ഒരു ആറിനെ പുറത്തോട്ട് എടുത്താൽ വരുന്ന റിലേഷൻ ആണ് എന്ത്? ദാറ്റ് ഈസ് ജി എം ബൈ ആർ ഇസ് ഈക്വൽ ടു ജി ആർ എന്നുള്ള റിലേഷൻ. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് വി ഇ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ജി ആർ. എന്താ? വി ഇ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gr. റെഡി അല്ലേ? സിമ്പിൾ അല്ലടാ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ഡെറിവേഷൻ ഫോർ ദി എന്ത് എസ്കേപ്പ് സ്പീഡ് അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ. ഇനി നെക്സ്റ്റ്, സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിൽ അതായത് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കണം എന്ത്? കെപ്ലേഴ്സ് പ്രൊപ്പോസ് ചെയ്ത ലോ ഓഫ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. റെഡി ആണല്ലോ? ഇനി ലോ ഓഫ് പ്ലാനറ്ററി മോഷനിൽ 3 ലോസ് ഉണ്ട് മക്കൾ. എന്താ? ഒന്ന് ലോ ഓഫ് ഓർബിറ്റ് ഉണ്ട്, ലോ ഓഫ് ഏരിയാസ് ഉണ്ട്, പിന്നെ മൂന്നാമത്തെ എന്ത്? ലോ ഓഫ് ടൈം പീരിയഡ്. റെഡി അല്ലേ? നോക്കിയേ, എന്താ ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറഞ്ഞാലേ, അതായത് ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻ ആണ് പറയുന്നത്. റെഡി അല്ലേ? അതായത് ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ ഇലക്ട്രിക്കൽ ഓർബിറ്റ് വിത്ത് സൺ ഈസ് സിറ്റുവേറ്റഡ് ഇൻ വൺ ഓഫ് ദ ഫോക്കൈ അല്ലെ? വൺ ഓഫ് ദ ഫോക്കൈ ഓഫ് ദ എലിപ്സിലാണ് എന്തുണ്ടാവുക? സൺ ഉണ്ടാവുക. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ? അത് അത്ര എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല അല്ലെ? അത് നമുക്ക് രണ്ട് ആക്സിസ് ഉണ്ട്. ഒന്നെന്താ? ഒന്ന് മേജർ ആക്സിസും മറ്റൊന്ന് മൈനർ ആക്സിസ്. റെഡി ആണല്ലോ? ഇനി രണ്ടാമത്തെ എന്താ? ലോ ഓഫ് ഏരിയാസ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ 3 ലോസിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലോ ഏതാന്ന് വെച്ചാൽ ഏതാണ്? ലോ ഓഫ് ഏരിയാസ്. എന്താ? ലോ ഓഫ് ഏരിയാസ്. റെഡി ആണല്ലോ? നോക്കിയേ, ദ ലോ ഓഫ് ഏരിയാസ് എന്ന് പറഞ്ഞാല് അതായത് ദ ലൈൻ ജോയിനിങ് എനി പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. അതായത് നോക്കിയടാ, ഇവിടെ ഒരു ലൈൻ വെക്ടർ ജോയിൻ ചെയ്യുന്നുണ്ട്. എന്താ ലൈൻ വെക്ടറിന്റെ പ്രത്യേകത? നോക്കിയേ, ദ ലൈൻ ജോയിനിങ് ദ പ്ലാനറ്റ് ടു ദി ഓർബിറ്റ്. ഈ ഓർബിറ്റിൽ ജോയിൻ ചെയ്യുന്ന ലൈന് സ്വീപ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. നമ്മൾ രണ്ട് ടൈം ഈക്വൽ ഇന്റർവെല്ലിൽ എടുത്താൽ ആ സ്വീപ്പ് ചെയ്യുന്ന ഏരിയാസ് എന്തായിരിക്കും? സെയിം ആവും. അത് വേറെ രീതിയിൽ പറയാം, ഏരിയൽ വെലോസിറ്റി. എന്താ ഏരിയൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഏരിയൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അതൊരു കോൺസ്റ്റന്റ് ആണ്. അതെന്താടാ? കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എൽ ബൈ ടു എം. എന്താണ്? എൽ ബൈ ടു എം. റെഡി അല്ലേ? നോക്കിയടാ, എന്താണ്? ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നോക്കിയേ, ഇവിടെ മനസ്സിലായി എന്താ എൽ എന്ന് പറഞ്ഞാൽ? എന്താ ആക്ച്വലി എൽ എന്ന് പറഞ്ഞാല് ആംഗുലാർ മൊമെന്റം. എന്താണ്? ആംഗുലാർ മൊമെന്റം. റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ആംഗുലാർ മൊമെന്റം. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ ലോ ഓഫ് ഏരിയാസിനെ പ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ലോ ആണ് മക്കളെ. ഇറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അപ്പൊ അത് നമ്മളോട് ചോദിക്കാറുണ്ട്. റെഡി ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഇനി
planet move slower when they are farther from the sun and they move faster when they are nearer. റെഡി അല്ലേ? അതായത് ദൂരെ ആണെങ്കിൽ എന്താണ് when they are അറ്റ് ദ ഫാർദർ പോയിന്റ്, ദൂരെയുള്ള പോയിന്റ് ആണെങ്കിൽ എന്താണ്, ദൂരെയുള്ള പോയിന്റ് ആണെങ്കിൽ എന്താ ഒരു സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുക അല്ലെ. ദൂരെയുള്ള പോയിന്റ് ഒക്കെ ആണെങ്കിൽ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുക, അടുത്താണെങ്കിൽ എന്താ ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യുക. അപ്പൊ ആ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. റെഡി അല്ലേ? ഇനി നെക്സ്റ്റ് വരുന്ന എന്താ ലോ ഓഫ് പീരീഡ്. എന്താണ് ലോ ഓഫ് പീരീഡ്? നോക്കി എന്താ ലോ ഓഫ് പീരീഡ്? ദ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് is proportional to cube of the semi-major axis of the ellipse traced by the planet. നമുക്കറിയാലോ ഇത് രണ്ട് ആക്സിസ് ഉണ്ടല്ലേ, അതായത് ബി സി എന്ന് എഴുതിയുള്ളത് എന്താ, അത് മൈനർ ആക്സിസ് ആണ്. ആൻഡ് പി എ അല്ലെങ്കിൽ എ പി എന്ന് എഴുതിയുള്ളതാണ് ആക്ച്വലി ഇത് എന്ത് മേജർ ആക്സിസ് എന്ന് പറയുന്നത്. റെഡി ആണല്ലോ ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെഡി അല്ല? അപ്പൊ ഇവിടെ ഇത് റിലേഷൻ എന്താ, ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് എ അല്ലെ. റെഡി അല്ലേ? അല്ലെ ഇങ്ങനെ എഴുതിക്കൂടെ, ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു എ റേസ് ടു 3/2. എന്താണ് എ റേസ് ടു 3/2? വെരി വെരി സിമ്പിൾ ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ. ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഓൺ ദ സർഫസ് ഓഫ് എർത്തിന്റെ വാല്യൂ എന്നുണ്ട് എന്താണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നെക്സ്റ്റ് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇനി നെക്സ്റ്റ് ചോദിച്ചത് ഏത് ഹൈറ്റിലാണ്, to what height the value of g will be half of the surface. സർഫസിലുള്ള വാല്യൂയുടെ പകുതി ആവണമെങ്കിൽ എത്ര ഹൈറ്റ് പോകണം എന്നാണ്. റെഡി അല്ലേ? ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ, ഡെറിവേഷൻ ഓഫ് ജി വിത്ത് റെസ്പെക്ട് ഹൈറ്റ് പറയാണ്. വളരെ സിമ്പിൾ ആണ്. നോക്കിയാൽ മക്കളെ ഈ ഡയഗ്രാം നോക്കിയേ, അതായത് ഇവിടെ നോക്കിയ രണ്ട് രീതിയിൽ, അതായത് ഒന്ന് സർഫസിൽ അല്ലെ, ഇന്നെന്താ സർഫസിൽ ഒന്ന് എന്താണ് അറ്റ് ഹൈറ്റ്. റെഡി അല്ലേ? അറ്റ് ഹൈറ്റ്. അപ്പൊ നോക്കിയേ, ഇത് ടോട്ടലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്മോൾ ലെറ്റർ ആർ എന്ന് വിളിക്കുക. റെഡി അല്ലേ? ഇതെന്താ റേഡിയസ് ഓഫ് ദ എർത്ത്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. റെഡി അല്ലേ? ഇനി നോക്കിയാൽ നമ്മുടെ ഇക്വേഷൻ അറിയാലോ, സ്മോൾ ലെറ്റർ ജി ഈസ് ഈക്വൽ ടു എന്താ gm/r². ഇനി ഇറ്റ ഹൈറ്റ് ആണെങ്കിൽ എന്താ ഈ ആർ സ്ക്വയറിനൊപ്പം എന്ത് വരും, ആർ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച് എന്ന് വരും. എന്താണ് സ്മോൾ ലെറ്റർ ആർ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച്. ഇനി ഡിവൈഡ് ചെയ്താൽ പോരെ, അതായത് എച്ച് വെരി വെരി ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. എന്താ ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഇക്വേഷൻ ഈ രൂപത്തിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റുക. റെഡി അല്ലേ? ദാറ്റ് ഈസ് ജി എച്ച് ഇങ്ങനെ എഴുതാം. എന്താ ജി എച്ച് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോണേ, ജി എച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ദാറ്റ് ഈസ് gm/r പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ. എന്താ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ അല്ലെ. ഹൈറ്റും ഉണ്ട് റേഡിയസ് ഓഫ് ദ എർത്തും ഉണ്ട്. റെഡി. ഇനി നമ്മളിവിടെ എഴുതാൻ പോകണം എന്താന്ന് വെച്ചാൽ ഇതിന് ആർ സ്ക്വയർ പുറത്ത് കിട്ടുക. ദാറ്റ് ഈസ് ജി എച്ച് ഇസ് ഈക്വൽ ടു gm/r² ഇൻറ്റു 1 പ്ലസ് h/r ദി ഹോൾ സ്ക്വയർ. എന്താണ് 1 പ്ലസ് h/r ദി ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് നോക്കിയേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോർ എ വെരി വെരി സ്മോൾ ഹൈറ്റ്, അതായത് h വെരി വെരി ലെസ് ദാൻ r ആകുമ്പോൾ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ മക്കളെ. അതായത് എന്ത് വരും, ഇത് മുകളിലോട്ട് എടുത്തിട്ട് ആക്ച്വലി ഉള്ളിലേക്ക് എന്ത് വരും, മൈനസ്. ദാറ്റ് ഈസ് ജി എച്ച് ഇസ് ഈക്വൽ ടു എന്താ gm/r² ഇൻറ്റു എന്താ 1 മൈനസ് 2h/r. എന്താടാ 1 മൈനസ് 2h/r. ആരാടാ ഈ gm/r² എന്ന് പറഞ്ഞാല്, ഈ gm/r² അല്ല ജി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ എന്താ ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h/r. എന്താടാ 1 മൈനസ് 2h/r. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളിവിടെ അസംഷൻ എടുത്ത കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ദാറ്റ് ഈസ് as we go from the surface of the earth, the acceleration due to gravity decreases by a factor 1 minus 2h/r. ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ജിയുടെ വാല്യൂ ഹാഫ് ആവുന്ന ഹൈറ്റ് നമ്മളോട് കണ്ടെത്താനാ പറഞ്ഞു. റെഡി അല്ലേ? നമുക്ക് ഇക്വേഷൻ അറിയാലോ. എന്താ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് അല്ലെ. എന്താ ദാറ്റ് ഈസ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ കേസിൽ ജി എച്ച് ഇസ് ഈക്വൽ ടു എന്താണ് g/2 ആണ്. ജി എച്ച് ഇസ് ഈക്വൽ ടു g/2. പക്ഷെ ഇവിടെ ഹൈറ്റ് നോക്കിയടാ, ഹൈറ്റ് വളരെ ചെറുതാവണമെന്നില്ല അല്ലെ, വളരെ വലിയൊരു ഹൈറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h/r എന്ന ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് എന്താണ് ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെ, ഹൈറ്റ് ലെസ് ദാൻ r എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാ, ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 പ്ലസ് h/r ഹോൾ റേസ് ടു -2. ഈ ഇക്വേഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. റെഡി അല്ലേ? ഇനി നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ടല്ലോ, എന്താ ജി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ g/2 ആണ്. എന്താ ജി എച്ച് എന്ന് പറഞ്ഞാൽ g/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ, എന്താ വരിക, g/2 ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 പ്ലസ് h/r ഹോൾ റേസ് ടു -2. ഇനി ഇത് രണ്ടും കട്ട് ചെയ്തു. റെഡി അല്ലേ? ഇനി റെസിപ്രോക്കൽ എടുത്താൽ 1/2 റെസിപ്രോക്കൽ 2 ആവും അല്ലെ. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മൈനസ് അതിന് പോകില്ലേ. ദാറ്റ് ഈസ് 1 പ്ലസ് h/r ഹോൾ റേസ് ടു 2 എന്ന് വരും. ഇതില്ല, എന്താണ് 1 പ്ലസ് h/r ഹോൾ റേസ് ടു 2. ഇനി ഈ സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്യണം, ഇപ്പുറത്തേക്ക് എടുത്താൽ എനിക്ക് എന്ത് എഴുതാം, ദാറ്റ് ഈസ് √2 ഇസ് ഈക്വൽ ടു 1 പ്ലസ് h/r. റെഡി അല്ലേ? ഇനി 1 പ്ലസ് h/r ഇസ് ഈക്വൽ ടു √2. ഇനി ഇതെന്താ ചെയ്യാ നോക്കിയാൽ, ഈ
1ന് ഇപ്പുറത്തേക്ക് എടുത്താൽ എന്ത് എഴുതും? √2 - 1 എന്താടാ? √2 -1 is equal to h/r. റെഡി അല്ലേ? നമ്മളോട് ഹൈറ്റ് അല്ലേ ചോദിച്ചത്? ദാറ്റ് ഈസ് ഈക്വൽ ടു √2 - 1 ഇൻറ്റു r ആണ്. ഈ ഹൈറ്റ് ഏത് ഹൈറ്റ്? √2 - 1 ഇൻറ്റു r എന്ന ഹൈറ്റിലേക്ക് പോയാൽ ജിയുടെ വാല്യൂ എന്താവും മക്കളെ? ജി വിൽ ബി കൺവേർട്ടഡ് ഇൻറ്റു ഹാഫ് ഓഫ് ദി ഇനീഷ്യൽ വാല്യൂ. റെഡി അല്ലേ? അപ്പൊ ഇത് നോക്കിയാൽ വാല്യൂ എന്ത് കിട്ടും? 2650 കിലോമീറ്റർ എന്ന് കിട്ടും. അതായത് റേഡിയസ് ഓഫ് ദ എർത്ത് എത്രയാണ് നമ്മൾ അസ്യൂം ചെയ്യല്? 6400 കിലോമീറ്റേഴ്സ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. റെഡിയാണ്? നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്താ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താന്നുള്ള കാര്യം നോക്കാം നമുക്ക്. നോക്കിയേ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഇൻ ഡിസ്പ്ലേസിംഗ് എ പാർട്ടിക്കിൾ ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് വിത്തൗട്ട് ആക്സലേഷൻ. ആക്സലേഷൻ ഇല്ലാതെ ഒരു പോയിന്റിലുള്ള പാർട്ടിക്കിളിനെ എന്ത് ചെയ്യാണ്? ഡിസ്പ്ലേസ് ചെയ്യാനുള്ള വർക്കിനാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. റെഡി അല്ലേ? ഇനി വാട്ട് ഈസ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺ ദ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഓഫ് യൂണിറ്റ് മാസ്. അല്ലെ, യൂണിറ്റ് മാസിന്റെ ഒബ്ജക്റ്റിൽ വരുന്ന എന്താണ് പൊട്ടൻഷ്യൽ എനർജിനെ എന്ന് പറയാ? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ. അല്ലെ, അതൊരു വാല്യൂ ആണ്, അല്ലെ, കമ്പാരിസൺ വാല്യൂ ആണ്. റെഡി അല്ലേ? അപ്പൊ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഓഫ് എ മാസ് m എന്ന് പറഞ്ഞാൽ എന്താണ്? u is equal to -gmm/r. അല്ലെ, ഇനി മാസ് 1 ആയാൽ നമുക്ക് എഴുതാം എന്താ? പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു അതിലെ സ്മോൾ ലെറ്റർ m ഡിവൈഡ് ആയി പോകും. എന്ത് വരും? ദാറ്റ് ഈസ് ക്യാപിറ്റൽ V. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു -gm/r. റെഡി അല്ലേ? നോക്കിയ ഇക്വേഷൻ നോക്കിയേ, u പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു -gmm/r ആണെങ്കിൽ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ, അതായത് ഇത് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി, ഇത് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു എന്താണ്? -gm/r. റെഡി അല്ലേ? ഇവിടുത്തെ വ്യത്യാസം എന്താ? ഇവിടുത്തെ വ്യത്യാസം എന്താ? ഈ സ്മോൾ ലെറ്റർ m ആണ് ഇവിടുത്തെ ചേഞ്ച് ഫാക്ടർ. റെഡി ആണല്ലോ? ഇനി നമ്മൾ ഡെറിവേഷൻ പറഞ്ഞില്ലല്ലോ. എന്താ ഡെറിവേഷൻ? അതായത് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലുള്ള ഒരു ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ പോയിന്റിലേക്ക് കൊണ്ടുവരും. എന്ത് ചെയ്യാൻ പാടില്ല? എക്സൈറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ? F is equal to g1/x². അല്ലേ? റെഡിയാണല്ലോ? ഇനി വർക്ക് എന്താ? വർക്ക് is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് 1/x² dx ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? വർക്ക് is equal to -gmm/r. അല്ലെ, ഈ വർക്കാണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യാൻ മക്കളെ? ദിസ് വർക്ക് വിൽ ബി സ്റ്റോർഡ് ആസ് ദി ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഇൻ ദി ബോഡി. വെരി വെരി ഇമ്പോർട്ടന്റ് ആൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, consider a planet moving in an elliptical orbit around the sun as shown in the figure. If t1 and t2 are the time taken for the planet, p1, p2 and p3 to p4 respectively, two shaded have equal area. Equal area ആണെങ്കിൽ എന്താ? ടൈം സേവ് ആവും. അല്ലെ, നമ്മൾ പഠിച്ചാണ് എന്താ? the radius vector connecting a planet to the sun sweeps equal area in equal intervals of time. Ready? Next നോക്കിയേ, state the law which explain the law of areas. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലോ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഇനി escape velocity from the earth 11 km/s ആണെങ്കിൽ 45 ഡിഗ്രിയിലും നോക്കി പ്രൊജക്ട് ചെയ്താൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ഇല്ല, വ്യത്യാസം ഉണ്ടാവില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. റെഡി? നെക്സ്റ്റ്, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ എസ്കേപ്പ് വെലോസിറ്റി. നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞല്ലേ മക്കളെ? ഇനി നെക്സ്റ്റ് വരുന്ന എന്താ? മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. എന്താ മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത? ഇത്ര ഉള്ളൂ, സിമ്പിൾ ആണ് കാര്യം. അതായത് എസ്കേപ്പ് വെലോസിറ്റി, അവിടുത്തെ എസ്കേപ്പ് വെലോസിറ്റി വാല്യൂ എന്താ? 2.3 km/s ആണ്. പക്ഷേ അവിടുത്തെ ആവറേജ് ഗ്യാസ് മോളിക്യൂൾസിന് എന്താ? ഒരു ഓൾമോസ്റ്റ് 2.5 km/s ആവറേജ് സ്പീഡ് ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആവറേജ് സ്പീഡ് എസ്കേപ്പ് വെലോസിറ്റിനേക്കാൾ കൂടുതൽ. അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആർക്കില്ല? മൂണിനില്ല. അല്ലേ? ദാറ്റ് ഈസ് നോക്കിയാൽ ശ്രദ്ധിച്ചിടാ, ദ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദ മൂൺ ഈസ് അബൌട്ട് 2.3 എന്താണ്? 2.3 km/s, which is less than the average speed of the gas molecules on the moon. അതുകൊണ്ട് the gas molecules escape from the surface of the moon so that it has no atmosphere. റെഡി ആണല്ലോ? ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ്, എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ പഠിച്ചതാണല്ലോ. നെക്സ്റ്റ്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് നമ്മൾ പറഞ്ഞതാണ്. ഇനി അറ്റ് വാട്ട് ഹൈറ്റ് ദ വാല്യൂ ഓഫ് ജി ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് മൈൻ അറ്റ് 80 km. റെഡി അല്ലേ? 80 km. സിമ്പിൾ ആണ്. നോക്കിയേ, ഇത്രയുള്ള കാര്യം. അതായത് ഇവിടെ നമ്മൾ മൈൻ ഡെപ്ത് അല്ലേ? അതായത് ഡെപ്ത് ഈസ് ഈക്വൽ ടു എന്താണ്? 80 km എന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡി അല്ലേ? നമ്മൾ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. റെഡി അല്ലേ? ദാറ്റ് ഈസ് ഇവിടെ ഇക്വേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ദാറ്റ് ഈസ് എന്താണ്? ദാറ്റ് ഈസ് g ഇൻറ്റു 1 - 2h/r ഇസ് ഈക്വൽ ടു g ഇൻറ്റു 1 - 80/r ആണ്. റെഡി അല്ലേ? അതായത് g കട്ടായി. റെഡി അല്ലേ? എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് r
മൈനസ് ആർ മൈനസ് 2h/r ഇസ് ഈക്വൽ ടു ആർ മൈനസ് 80/r. ഈ ആർ എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താ ടോട്ടലി വരിക? എന്താ ടോട്ടലി വരിക? നമുക്ക് റേഡിയസ് എത്രയെന്ന് അറിയാം? 600 എന്താണ് 6400 ആണെന്ന് അറിയാം. നമുക്കറിയാം. നോക്കിയടാ ശ്രദ്ധിച്ചേ, ഈ ആർ ഇവിടെയും പോസിറ്റീവ് ആർ ഉണ്ട്, ഇവിടെയും എന്തുണ്ട്? പോസിറ്റീവ് ആർ ഉണ്ട്. ക്യാൻസൽ ചെയ്തോടെ ഈ മൈനസ് എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് 2h is equal to 80 ആണെങ്കിൽ എച്ചിന്റെ വാല്യൂ എന്താടാ? 80/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 കിലോമീറ്റർ. എന്താടാ? 40 കിലോമീറ്റർ. അതായത് 40 കിലോമീറ്റർ ഹൈറ്റിലാണെങ്കിൽ ആ 80 കിലോമീറ്റർ ഡെപ്തിലുള്ള അതേ ജിയുടെ വാല്യൂ ആയിരിക്കും. സിമ്പിൾ ആണല്ലോ? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. റെഡി അല്ലേ? ഇനി താഴോട്ട് പോകുമ്പോൾ ഇക്വേഷൻ എന്താണ്? ജി ഡി അല്ലെ? ഗ്രാവിറ്റേഷണൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് ഈസ് ഈക്വൽ ടു എന്താ? ജി ഇൻറ്റു 1 മൈനസ് d/r ആണ്. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The value of acceleration due to gravity decreases with the depth. എന്താ? Find an expression for the acceleration due to gravity at a depth d. പിന്നെ what is the weight of the body at the surface at the center of the earth? അല്ലെ? സെന്റർ ഓഫ് ദി എർത്തിൽ എന്താ കണ്ടീഷൻ? ഡെപ്ത് ഇസ് ഈക്വൽ ടു റേഡിയസ് ആണ് അല്ലെ? സെന്ററിൽ എന്താണ്? ഡെപ്ത് റേഡിയസ് ആണ്. ഇനി ജി ഡി ഇസ് ഈക്വൽ ടു എന്താ? ജി ഇൻറ്റു 1 മൈനസ് d/r അല്ലേ മക്കളെ? ഇനി d/r എന്ന് പറഞ്ഞാൽ d ഈക്വൽ ടു r വന്നാൽ എന്തായി? 1 ആയി. ദാറ്റ് മീൻസ് GD is equal to G into 1 minus 1 that is equal to 0. അതായത് അറ്റ് സെന്ററിലെ സെൻട്രലാണെങ്കിൽ എന്താ കണ്ടീഷൻ? സെൻട്രലാണെങ്കിൽ നമ്മുടെ വെയിറ്റ് എത്ര ആയിരിക്കും? വെയിറ്റ് വിൽ ബി ഈക്വൽ ടു 0. കാരണം എന്താ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ജി ആണ് അല്ലെ? ഇവിടെ ജി ഓൾറെഡി എന്തായി പോയി? 0 ആയി പോയി. മാസ് ഒരിക്കലും എന്താവില്ല? 0 ആവില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. റെഡി അല്ലേ? ഇനി നമുക്ക് വേണ്ടത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്തിന്റെ ഡെറിവേഷൻ ആണ്. സിമ്പിൾ ആണ്. നോക്കിയിടാം. നമ്മൾ അതിനെ അസ്യൂം ചെയ്യേണ്ടത് എർത്ത് എന്താണ്? ഒരു യൂണിഫോം ഡെൻസിറ്റി ഉള്ള മോളിക്യൂൾ ആണ്, അല്ലെങ്കിൽ ഒരു യൂണിഫോം ഡെൻസിറ്റി ആണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസ്യൂം ചെയ്യുന്നത്. റെഡി അല്ലേ? യൂണിഫോം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഡെൻസിറ്റി മാറാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമുക്ക് അറിയുന്നത്. റെഡി അല്ലേ? നോക്കിയേ, മാസ് എന്താ? മാസ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എന്താ? 4/3πr³. ഡെൻസിറ്റി എന്താ? റോ ആണല്ലോ. ഇനി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് എന്താ? G is equal to gm/r². അവിടെ എന്ത് കൊടുക്കുക? ദാറ്റ് ഈസ് ജി എം മാസിന്റെ അവിടെ ഇവിടെ കൊടുത്താൽ 4/3πr³ റോ ഇൻറ്റു എന്താ? g/r². അപ്പൊ അത് ക്യാൻസൽ ചെയ്യാം അല്ലെ? എന്താ? r² r³ ക്യാൻസൽ ചെയ്യാം അല്ലെ? r² r³ ക്യാൻസൽ ചെയ്ത് എന്ത് വരും? നോക്കിയാൽ ശ്രദ്ധിച്ച ഇക്വേഷൻ നോക്കിയാൽ g is equal to 4/3π റോ g എന്ന് വരും. റെഡി അല്ലേ? ഇനി ഒരു ഡെപ്തിലാണെങ്കിൽ എന്താ വ്യത്യാസം? ഇവിടെ r ഉള്ളിടത്ത് എന്ത് വരും? r മൈനസ് d വരും. ഇത് കമ്പയർ ചെയ്ത് എന്ത് വരും? ദാറ്റ് ഈസ് gd is equal to g into 1 minus d/r. അപ്പൊ ഇത് നോക്കിയേ, ഇതൊരു അപ്രോക്സിമേഷൻ അല്ല. അത് ഏത് വാല്യൂ വന്നാലും നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. പക്ഷെ ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ഒരു അപ്രോക്സിമേഷൻ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. റെഡി അല്ലേ? നെക്സ്റ്റ് നോക്കിയടാ. ഇനി ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ദ ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് ടൈം പീരീഡ് നമുക്ക് നോക്കാം. ഇനി നോക്കിയേ, റൈറ്റ് 2 യൂസസ് ഓഫ് എ എന്താ, അല്ലെങ്കിൽ 1 യൂസസ് ഓഫ് എ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആൻഡ് പോളാർ സാറ്റലൈറ്റ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? അത് ഓരോ കൺട്രിക്കൊക്കെ ഉള്ളത് അല്ലെ? വെസ്റ്റ് ടു ഈസ്റ്റ് റൊട്ടേഷൻ ഉള്ളത്. ഇനി പോളാർ സാറ്റലൈറ്റ് എന്താ? നോർത്ത് ടു സൗത്ത്. എന്താ സംഭവം എന്താന്ന് വെച്ചാൽ, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ പോയിന്റിലുള്ള കാര്യങ്ങൾ ഡാറ്റാസ് ഒക്കെ അനലൈസ് ചെയ്യാനാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി എന്തിനാണ് പോളാർ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഹോൾ ത്രൂ ഔട്ട് ദ വേൾഡ് അല്ലെ? വേൾഡ് റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ സ്പൈ വർക്ക്, അതുപോലെ തന്നെ GPRS അങ്ങനത്തെ വർക്ക്സിനൊക്കെ എന്ത് യൂസ് ചെയ്യാം മക്കളെ? പോളാർ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുക. അതിന്റെ റൊട്ടേഷൻ എങ്ങനെയാ? അതിന്റെ എന്താ റെവല്യൂഷൻ എങ്ങനെയാ? നോർത്ത് ടു സൗത്ത് ആണ്. എന്താണ്? നോർത്ത് ടു സൗത്ത് ആണ്. ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഓർബിറ്റൽ സ്പീഡും അതുപോലെ തന്നെ ടൈം പീരീഡും നമുക്ക് ഡിറൈവ് ചെയ്യണം. സിമ്പിൾ ആണ് മക്കളെ. നോക്കിയേ, എന്താണ് ഓർബിറ്റൽ സ്പീഡ്? സ്പീഡ് അറ്റ് വിച്ച് സാറ്റലൈറ്റ് റിവോൾവ് അറൌണ്ട് ദ എർത്ത്. എർത്തിന് ചുറ്റും സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്ന സ്പീഡിന് എന്താ പറയാ? ഓർബിറ്റൽ സ്പീഡ് എന്ന് പറയാം. കൺസിഡർ സാറ്റലൈറ്റ് ഓഫ് മാസ് m ഇൻ എ സർക്കുലർ റേഡിയസ് r+h ആണ്. അപ്പൊ നോക്കിയേ, ഫോഴ്സ് എന്താ? എഫ് എന്താടാ? എഫ് ഇസ് ഈക്വൽ ടു gm/r² ഇല്ലേ? അതന്നെ ഇവിടെ എഴുതിയത്. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു gm/r+h². ഇനി അതേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് നമുക്ക് വേണ്ട സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? mv²/r വരുന്നിടത്ത് എന്ത് വരും? r+h. അപ്പൊ ഇത്രയുള്ള കാര്യം. ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ r വരുന്നിടത്തൊക്കെ നമ്മൾ എന്ത് എഴുതണം? r+h എന്ന് എഴുതണം. എന്ത് എഴുതണം? r+h എന്ന് എഴുതണം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. എന്താ? സെൻട്രിപിറ്റൽ ഫോഴ്സും എന്ത് ഇക്വേറ്റ് ചെയ്യുക മക്കളെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇക്വേറ്റ് ചെയ്യുക. റെഡി ആണല്ലോ? അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് എന്താ സംഭവിക്കുക? റെഡി ഇക്വേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് mv²/r+h is equal to gmm/r+h the whole square. റെഡി അല്ലേ? ഇവിടെ എന്താ? സ്ക്വയർ ക്യാൻസൽ ചെയ്യുക, m ക്യാൻസൽ ചെയ്താൽ എന്താ വരിക? ദാറ്റ് ഈസ് v² is equal to പറഞ്ഞോ എന്താ? v² is equal to gm/r+h. അങ്ങനെ v എന്താ? റൂട്ട് ഓഫ് gm/r+h ആണല്ലോ. ഇനി ഹൈറ്റ് വളരെ
നെഗ്ലിജിബിൾ ആണെന്ന് വിചാരിക്കുക. ഹൈറ്റ് നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് മറ്റേ സ്മോളർ ഹൈറ്റ് ആണെങ്കിൽ എന്താ, ദാറ്റ് മീൻസ് വെരി ക്ലോസ് ടു എർത്ത് ആണെങ്കിൽ എന്താ, V0 is equal to റൂട്ട് ഓഫ് GM/R അല്ലെങ്കിൽ V0 is equal to റൂട്ട് GR. അപ്പൊ നോക്കിയേ, വി എസ്കേപ്പ് എന്തായിരുന്നു, വി എസ്കേപ്പ് √2GR ആണ്. വി ഓർബിറ്റിൽ എന്താ, വെറും √GR ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് അല്ലെ. അതായത് ഇങ്ങനെ എഴുതാറുണ്ട്, വി എസ്കേപ്പ് ഇസ് ഈക്വൽ ടു √2 ടൈംസ് വി ഓർബിറ്റൽ. എന്താണ് √2 ടൈംസ് വി ഓർബിറ്റൽ ആണല്ലോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് എന്താ, ടൈം പീരീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ്. നമുക്ക് ഇത് ബേസിൽ നിന്ന് തുടങ്ങിയാൽ മതി. എന്താ ബേസിൽ നിന്ന് തുടങ്ങാന്ന് ഉദ്ദേശിച്ചത് നോക്കിയേ, ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം എന്താ, ടൈം മുകളിലേക്ക് പോവുക, വെലോസിറ്റി താഴേക്ക് വന്ന എന്ത് വരും, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി അല്ലെ. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, എന്താ ടൈം എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് സർക്കംഫറൻസ് ഓഫ് ദ ഓർബിറ്റൽ, അവിടുത്തെ ഡിസ്റ്റൻസ്. എന്താ സ്പീഡ്, ഓർബിറ്റൽ സ്പീഡാണ്. അപ്പൊ ഓർബിറ്റൽ സ്പീഡ് നമ്മൾ കണ്ടെത്തിയതാണല്ലോ. അപ്പൊ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്താ, ഒരു ഓർബിറ്റിന്റെ സർക്കംഫറൻസ് എന്താ, ദാറ്റ് ഈസ് 2πr അല്ലേ. ഇവിടെ എന്താ, r+h അല്ലെ, 2πr+h. അപ്പൊ നോക്കി ഇവിടെ എന്ത് വരും, ദാറ്റ് ഈസ് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π into റൂട്ട് ഓഫ് r+h the whole cube by gm. ഇനി സാറ്റലൈറ്റ് വെരി ക്ലോസ് ആണെങ്കിൽ r+h എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എന്ത് എഴുതിയാൽ മതി, r എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും, 2π into റൂട്ട് ഓഫ് r³ by gm. റെഡി ആണല്ലോ. ഇനി ജി എന്ന് പറഞ്ഞാൽ എന്താ, GM/r² ആണ് അല്ലെ. ജി എന്ന് പറഞ്ഞാൽ എന്താ, GM/r² ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, ദാറ്റ് ഈസ് ഈ r³ gm എന്നുള്ളത് GR² എന്ന് എഴുതിയാല് ക്യാൻസൽ ചെയ്തിട്ട് അവസാനം എന്ത് വരും, 2π into റൂട്ട് ഓഫ് r/g. എന്താണ് 2π into അല്ലെ, r³ r² കട്ട് ചെയ്ത് ഇവിടെ ഒരു r ബാക്കി വരും അല്ലെ. ഇനി നമ്മൾ ന്യൂമറിക്കൽ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടും എന്താ, ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഓർബിറ്റൽ വെലോസിറ്റി അക്വയർ ചെയ്തിട്ട് റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റിലുള്ള സാറ്റലൈറ്റിന്റെ സ്പീഡ് എന്താണ്, സാറ്റലൈറ്റിന്റെ സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം എന്താണ്, 85 minutes ആണെന്നുള്ള കാര്യം നമുക്ക് കിട്ടും. റെഡിയാണല്ലോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താ, എവറി ബോഡി അട്രാക്ട്സ് അനദർ ബോഡി വിത്ത് എ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഓഫ് ബിറ്റ്വീൻ ദെയർ സെന്റേഴ്സ്. F is equal to എന്താണ്, Gm1m2/r². വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ്. ഇനി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും എന്താണ്, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അല്ലെ. ഇത് എന്തിനാ ഒബേ ചെയ്യുന്നത്, ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് കാണിക്കാനാ പറഞ്ഞല്ലോ. റെഡിയല്ലേ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡിഫൈൻ എസ്കേപ്പ് വെലോസിറ്റി പറഞ്ഞതാണ്, എക്സ്പ്രഷൻ ഫോർ ദ എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ എഴുതിയതാണ്. റെഡിയല്ലേ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദ എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആണല്ലോ, സെയിം കണ്ടീഷൻ ആണല്ലോ. നെക്സ്റ്റ് നോക്കിയേ, റൈറ്റ് ദ യൂണിറ്റ് ആൻഡ് ഡൈമെൻഷൻ ഫോർമുല ഓഫ് ദ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് അല്ലെ. എന്താ ഇക്വേഷൻ എന്താ, F is equal to Gmm/r² അല്ലെ. ഇങ്ങനെയാണെങ്കിൽ G എന്താടാ, G is equal to ഇങ്ങനെ എഴുതിക്കൂടെ, എന്താ FR²/m². എന്താണ് FR²/m². ഞാൻ എന്ത് ചെയ്യണേ, m1 is equal to m2 is equal to m എന്ന് എഴുതണം. റെഡിയല്ലേ. യൂണിറ്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം സ്ക്വയർ റേസ് ടു കിലോഗ്രാം സ്ക്വയർ എന്നുള്ളത് എന്താ താഴെയാണ് വരിക. അപ്പൊ മോളിക്ക് വരുമ്പോൾ കിലോഗ്രാം റേസ് ടു -2 എന്ന് വരും. ഇനി ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് ഓൾറെഡി എന്ത് ചെയ്താണ്, എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. റെഡി. സ്റ്റേറ്റ് കെപ്ലർസ് ലോ ഓഫ് ഓർബിറ്റ് ആൻഡ് ലോ ഓഫ് പീരീഡ്. ഇത് രണ്ടും എന്താണ്, എക്സ്പ്ലെയിൻ ചെയ്താണ്. ഓർബിറ്റും പറഞ്ഞു, അതുപോലെ തന്നെ എന്താ ലോ ഓഫ് പീരീഡും പറഞ്ഞു. നെക്സ്റ്റ് നോക്കിയ ഒബ്റ്റൈൻ എക്സ്പ്രഷൻ ഫോർ ദ എസ്കേപ്പ് വെലോസിറ്റി പറഞ്ഞതാണ്. ഷോ ദാറ്റ് ദ എസ്കേപ്പ് വെലോസിറ്റി √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി പറഞ്ഞതാണ്. വൺ ഡിഫറൻസ് ബിറ്റ്വീൻ ജിയോ സ്റ്റേഷനറി ആൻഡ് പോളാർ സാറ്റലൈറ്റ് പറഞ്ഞില്ലേ. എന്താ, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് വെസ്റ്റ് ടു ഈസ്റ്റ് ആണെങ്കിൽ പോളാർ സാറ്റലൈറ്റ് നോർത്ത് ടു സൗത്ത് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. റെഡി. നെക്സ്റ്റ് വരുന്നത് എന്താ, നെക്സ്റ്റ് വരുന്നത് എസ്കേപ്പ് വെലോസിറ്റി 11.2 ആണ്. എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എസ്കേപ്പ് വെലോസിറ്റി മാസ് ഓഫ് ദ ഒബ്ജക്ട് നമ്മൾ റിലേഷൻ, എസ്കേപ്പ് വെലോസിറ്റി മാസ് നമ്മൾ റിലേഷൻ ഉണ്ടാ ഇല്ല, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്ത്, എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് ദ ബോഡി. എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ഓഫ് ദ ബോഡി. റെഡി. ഇനി ഇവിടെ നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയടാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയടാ, എന്താ, ദാറ്റ് ഈസ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ ചെയ്യുക, ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് കൂടിയാൽ വാല്യൂ കുറയും അല്ലെ, ഡെപ്ത് കൂടിയാലും എന്ത് വാല്യൂ കുറയും. ഇനി ടോട്ടൽ എനർജി എന്താ, ടോട്ടൽ എനർജി കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവ് ആണെന്നുള്ള കാര്യം അറിയാം. അതുപോലെ തന്നെ പോളാർ സാറ്റലൈറ്റ് എപ്പോഴും എങ്ങനെ പോവാ, നോർത്ത് സൗത്ത് പോവാ. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ് എങ്ങനെ പോവാ, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ പോവാ. ഇനി സ്റ്റേറ്റ് കെപ്ലർസ് ലോ ഓഫ് ടൈം പീരീഡ് നമ്മൾ പറഞ്ഞല്ലേ, കെപ്ലർസ് ലോ ഓഫ് ടൈം പീരീഡ് പറഞ്ഞല്ലേ. എന്താ, ദാറ്റ് ഈസ് എന്താ, T² is directly proportional to A³ അല്ലെ. എന്താ, T² is directly proportional to A³. റെഡി അല്ലേ, സിമ്പിൾ ആണല്ലോ. ഇനി കെപ്ലർസ് സെക്കൻഡ് ലോ ഓഫ് ഏരിയാസ് പറഞ്ഞതാണ്. റെഡി. സെക്കൻഡ് നോക്കിയേ, ഇവിടെ വരുമ്പോ ഡിഫറെന്റ് വെലോസിറ്റീസ് ആണ്. ഇവിടെ ഡിഫറെന്റ് വെലോസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഇതെന്താ, ഇതൊരു ഫാർദർ പോയിന്റ് ആണ്. ഇതെന്താ, ഫാർദർ പോയിന്റ്. ഇതെന്താ, നിയറസ്റ്റ് പോയിന്റ് ആണല്ലോ.
നിയറസ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴും ഫാദസ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴും വെലോസിറ്റിയുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെലോസിറ്റി കുറവായിരിക്കും, ഇവിടെ വെലോസിറ്റി എന്തായിരിക്കും മക്കളെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ജി ഈസ് സെയിം ഫോർ ഓൾ ഒബ്ജെക്ട്സ്. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം എവിടെയാണ്? അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്, ദാറ്റ് ഈസ് ജി ഇസ് ഈക്വൽ ടു GM/r². എന്താടാ? GM/r². GM എന്താ? GM എന്ന് പറഞ്ഞാല് കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്താ, ജിയുടെ വാല്യൂ കൂടണമെങ്കിൽ ജിയുടെ വാല്യൂ കൂടണമെങ്കിൽ ആറ് കുറയണം. അങ്ങനെയാണെങ്കിൽ ആറ് കുറഞ്ഞ ഭാഗമാണ് പോള്, അവിടെയാണ് എന്ത് ജി കൂടുതൽ ഉണ്ടാവുക. റെഡി ആണല്ലോ. ഇനി ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റൻ ആണ്. റെഡി അല്ലേ? ഓക്കെ അല്ലേടാ. ഇനി ഗ്രാഫ്, ഈ ഗ്രാഫ് നമ്മൾ എപ്പോഴും പറയണ ഗ്രാഫ് ആണല്ലേ. എന്താ ഗ്രാഫ് ഇമ്പോർട്ടൻസ്? അതായത് ഇത് സർഫസ് വരെ, പിന്നെ അവിടുന്ന് സർഫസ് ചെയ്യുന്നില്ലേ. അതായത് എന്താ, മാക്സിമം എപ്പോഴും ജിയുടെ വാല്യൂ എവിടെയാണ്? മാക്സിമം ജിയുടെ വാല്യൂ സർഫസിലാണ്. റെഡി അല്ലേ? റെഡി അല്ലേടാ. ഈ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. റെഡി. നോക്കിയേ. State whether the velocity of the escape velocity, state whether the velocity of escape for two bodies 2 kilogram and 200 kilogram same ആണോ? റെഡി ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ്. ഇനി സ്റ്റേറ്റ് കെപ്ലർസ് ഫസ്റ്റ് ലോ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താ പറഞ്ഞു? വൈ ഡസ് എർത്ത് ഇമ്പാർട്ട് സെയിം ആക്സലേഷൻ? കാരണം എന്താ, ജിയുടെ വാല്യൂ എന്താ, ജി is equal to GM/r² ആണ്. അതിലെന്താ, ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്, അതുകൊണ്ട് സെയിം ആക്സലേഷൻ കൊടുക്കുക. ഇനി ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റൻ ആണ്. റെഡി അല്ലേ? റെഡി അല്ലേടാ? സിമ്പിൾ അല്ലേ? നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റനും പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഡെറിവേഷൻസ് ഒക്കെ എഴുതി തന്നെ പഠിക്കണം. റെഡി അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.